ഹായ്, ഹലോ. ഞാനിവിടെ പറയാൻ വന്നത്, ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെയൊരു വീഡിയോ കണ്ടു. നമ്മുടെ കാസിം എന്ന് പറയുന്ന ഒരു ചേട്ടൻ യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ ക്യാഷ് നഷ്ടമായി. യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് ആക്കാമെന്നും പറഞ്ഞുകൊണ്ട്, മോണിറ്റൈസേഷൻ ആക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരാൾ പറ്റിച്ചു. ഗൂഗിൾ പേയിൽ പൈസയൊക്കെ ഇട്ട്. പക്ഷേ അത് പിന്നെ അദ്ദേഹത്തെ കാണാനില്ല. അവരെ പറ്റി ഒരു അറിവുമില്ല. പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു ചേട്ടൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. എനിക്കതേപ്പറ്റി പറയാനുള്ളത്, ഒരു കാരണവശാലും നമ്മൾ മോണിറ്റൈസേഷൻ ആക്കി തരാം എന്ന് പറഞ്ഞ് നമ്മുടെ അടുക്ക വരുന്നവരോട് അകലം പാലിക്കുക. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരാം, വാച്ച് അവർ കൂട്ടിത്തരാം, വ്യൂ കൂട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞു വരുന്നവരെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മതി. യൂട്യൂബിൽ നമ്മൾ തന്നെ ആരുടെയും ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല ഇൻസ്റ്റാഗ്രാമാണ് അതിന് ഏറ്റവും വലിയ നല്ല വഴി. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുക, അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സുകളെ നമ്മൾ ആഡ് ചെയ്യുക. ആ ഫ്രണ്ട്സിൽ നിന്നും നമുക്ക് നല്ല സപ്പോർട്ടുണ്ടാകും. നിങ്ങൾ യൂട്യൂബ് നന്നായി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാഗ്രാം നല്ല റെഡിയാക്കി അതിനകത്ത് നല്ല ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്കറിയാൻ മേല അവരെയൊന്നും, എങ്കിലും അവരെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. പക്ഷേ ആ സുഹൃത്തുക്കളെ എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നതാണ്. അവർക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പക്ഷേ അവർ എൻ്റെ വീഡിയോസിനെല്ലാം ലൈക്ക് തരികയും കമൻറ്റ്സ് തരികയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്ത്, എന്നെ യൂട്യൂബിൽ എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് തരുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സുകളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മോണിറ്റൈസേഷൻ ആക്കി തരാം എന്ന് പറഞ്ഞും സബ്സ്ക്രൈബ് ആക്കി തരാം എന്നും പറഞ്ഞ് വരുന്ന ആളുകൾക്ക് പൈസ കൊടുത്ത് ഒരു കാരണവശാലും നിങ്ങൾ വാച്ച് അവറും വ്യൂ ഒന്നും കൂട്ടരുത്. കാരണം ഈ 10,000 അല്ലെങ്കിൽ 1000 പേര് നമുക്ക് തരാമെന്നും പറഞ്ഞുകൊണ്ട് വരുന്നവർ പൈസ മേടിക്കും. ഈ 1000 പേരിൽ നിന്ന് 10,000 പേര് ചിലപ്പോൾ ഈ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവരൊന്നും നമ്മുടെ വീഡിയോസ് കണ്ടെന്ന് വരില്ല. നമ്മുടെ വീഡിയോസ് കാണും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം. അതിന് നല്ലൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പോടെ അതിനെ റെഡിയാക്കി എടുക്കുക. അതൊക്കെയാണ് നിന്നൊരു നല്ലൊരു മാർഗ്ഗമെന്ന് എനിക്ക് ഉപദേശിക്കാനുള്ളത് കേട്ടോ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആരും എളുപ്പ വഴി നോക്കി പോകരുത്. മോണിറ്റൈസേഷൻ എപ്പം വേണേലും ആകും. 4,000 വാച്ച് അവറും 3,000 ഷോർട്ട് വീഡിയോസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് മോണിറ്റൈസേഷനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാൻ പോകരുത്. ഇത്രയും ഒക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി ആരും പോയി ഒരു